നിക്കണവിടെ ദ്രോഹി, നിക്കണവിടെ, നിന്നെ കൊല്ലും ഞാൻ. നിക്കാനാ പറഞ്ഞ്, അവിടെ നിൽക്കാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്ത എന്നെ നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. കൊല്ലും ഞാൻ നിന്നെ. അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ, നമ്മുടെ മായാവില്ലേത്. എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലുന്നേ. അവൻ തന്നെ കൊലപാതകി. അയ്യോ, അവനെ കൊല്ലിക്കാൻ. അയ്യോ അടിക്കരുത്, അടിക്കരുത്. അയ്യോ അയ്യോ അയ്യോ. വാതിൽ തുറക്കുന്നേ. അയാളെ എല്ലാരും ചേർന്ന് തല്ലിക്കൊന്നാ തോന്നുന്നേ. അയ്യോ, ശ്വാസമുണ്ട്. ഒന്ന് പിടിച്ച മോനെ. ഇത് പുറത്തേക്ക് കളഞ്ഞേക്കൂ. അടിപിടി കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. അല്ല സർ, ഇത് ഇയാള് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി മുരിങ്ങ മരത്ത് കയറിയപ്പോ കൊമ്പ് പൊട്ടി വീണു, അങ്ങനെയാണ്. ദേഹത്തൊക്കെ ഞെരിച്ചതിന്റെയും നഖം കൊണ്ടതിന്റെ ഒക്കെ പാടുകൾ കാണുന്നുണ്ടല്ലോ. അത് ഈ രക്തോട്ടം കിട്ടാൻ വേണ്ടി ബോധം കെട്ട് പോയേ വീണപ്പോ. അതുകൊണ്ട് ഞങ്ങൾ ദേഹത്ത് ഞെരിക്കുക മാന്തൊക്കെ ചെയ്തതാണ്. ആ, അതിന്റെ പാടാ. എന്താ പേര്? പേര് രാഘവൻ നമ്പ്യാർ. വയസ്സ്? വയസ്സ് 40. അയ്യോ, ഇതിപ്പോ തന്നെ വാങ്ങിച്ചോളൂ. ചേട്ടാ, അപ്പൊ ഡോക്ടറെ വിട്. എന്റെ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്കെന്റെ കൈ പൊക്കാൻ പറ്റിയ തന്നെ ഞാൻ ആദ്യം കൊല്ലും. ആദ്യം കൈ പൊങ്ങട്ടെ സുഹൃത്തെ. തെണ്ടികള്. എടോ, തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. എന്റെ പോക്കറ്റിൽ വല്ല ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ. തല്ലിയവരുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപയും 2 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത്. ഓ, വലിയ ത്യാഗികള്. എടോ, ഈ നാട്ടില് കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട്. താൻ എത്ര വലിയ ആദർശവാദിയാണെങ്കിലേ അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കടോ, പിടിപ്പിക്കടോ. ആ കോടീശ്വരന്മാർ എന്റെ മുറി കയറി വിളിച്ചിരുന്നാൽ ഞാൻ പിടിപ്പിക്കും. ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശ തപ്പണം? അധ്വാനിച്ച് ജീവിച്ചൂടെ? എടോ, മേലനങ്ങാതെ കിടന്നാ പെട്ടെന്ന് എണീക്കാം. താൻ എവിടുത്തുകാരനാ? എവിടുത്തുകാരനെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അയ്യോ, അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസും ഉണ്ടോടോ. കഴിച്ചോളൂ. എന്താടോ തന്റെ പേര്? എന്തിനാ? ചുമ്മാ പറ. രാജു. കുറെ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട്? എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാ, വിശന്നിട്ട്. ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ലെന്ന് വെച്ചാ പൈപ്പുള്ള എത്രയെന്ന് വെച്ചാ കുടിക്കുക. തനിക്കെന്തേ ജോലി? എന്ത് ജോലി? കുറച്ച് മാജിക് അറിയാം. വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി. എന്നാലും ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. തന്റെ വീട് എവിടെയാ? വീട് കുറെ ദൂരെയാ, അവിടെ രക്ഷയൊന്നുമില്ല.
അച്ഛൻ മരിച്ചപ്പോ രണ്ടാനമ്മേനെ പുകച്ചു പുറത്തി അടിച്ചു. ആ അച്ഛന്റെ 2-3 പിള്ളേരെ പറ്റ സ്ത്രീയാണെന്ന് കരുതി ഞാനും മിണ്ടാതെ പോന്നു. തനിക്ക് തന്തേന്നുള്ളൊന്നുമില്ലേ? ഞങ്ങള് കുടുംബസമേതം ബർമയിലായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ചായക്കട നടത്തുമായിരുന്നേ. ഒരു ചായക്കട നടത്താൻ ബർമ്മ വരെ പോണോടോ? ചായക്കട നടത്താൻ പോയതല്ല, പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞ് അവസാനം ചായക്കട ആയതാണ്. അവര് മരിച്ചപ്പോ ചായക്കട വിറ്റ് ഞാൻ സ്വന്തം നാടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ പന്തം കൊളുത്തിപ്പട. മേജിക്ക് തുടങ്ങിയപ്പോ ബർമയുടെ ഓർമ്മയ്ക്ക് ഞാൻ എന്റെ പേര് പ്രൊഫസർ റംഗൂൺ വാല എന്നാക്കി. ഞാൻ ഒരുമാതിരി നല്ല ഫേമസ് ആണ് കേട്ടോ. ഇവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ? തന്റെ ശരിക്കുള്ള പേരെന്താ? ബാബു. ഓ, ബണ്ണ ഇനിയും വേണം. വേറെ എരിവും പുളിയുള്ള ഒന്നുമില്ലടോ? അത് വല്ല കോഴി ഇറച്ചിയോ ആട്ടിറച്ചിയോ? പിരിവെടുത്ത കാശ് മുഴുവൻ തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാടോ. ഈ പിണ്ണാക്ക് താൻ തന്നെ തിന്നോ. ആദ്യമായിട്ടായാലും പാക്കറ്റ് അടിക്കാൻ നോക്കി തെറ്റ് തന്നെയാ. വിശന്നാ പിന്നെ മനുഷ്യൻ എന്താ ചെയ്യാന്നേ? വെറും ഒരു പാവത്താൻ. കുറച്ചു നാളായിട്ട് ഫുട്പാത്തിലായിരുന്നു അത്രേ കിടപ്പ്. ആഹാ, മനുഷ്യന്റെ ഓരോ അവസ്ഥ എന്നല്ലാതെ എന്താ പറയാ. ആ, എന്തിനാ എഴുന്നേറ്റത്? പോയി കിടന്നോളൂ. പരിപൂർണ ഭേദമായിട്ട് പുറത്തിറങ്ങിയാ മതി. ഉണർന്നപ്പോ കണ്ടില്ല, നല്ല വിശപ്പും. ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. എന്തിന്? അല്ല, ഞങ്ങളൊക്കെ കൂടി ഇന്നലെ കൈവച്ചത്. ആണോ? സന്തോഷം. ഒരു സഹജീവി ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല. എന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളൊക്കെ കൈ അയച്ച് സംഭാവന ചെയ്തെന്ന് പ്രൊഫസർ പറഞ്ഞു. ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ മുട്ടയും പാലും എനിക്ക് കുറച്ച് അധികം വേണ്ടി വരും. ബോഡി ആകെ കലങ്ങിയിരിക്കുക. പോയി കിടന്നോളൂ, ഞാനിപ്പോ വരാം. ഓ, അപ്പോ രോഗിയെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരൂ കേട്ടോ. ഒന്ന് പരിചയപ്പെടും ചെയ്യല്ലോ. ആഹാ, താനിവിടെ കിടന്ന് ചിറ്റി കളിക്കുക. ഇനിയിപ്പോ മുട്ട വാങ്ങി ഓംലെറ്റ് ഉണ്ടാക്കി പാല് തിളപ്പിച്ച് എത്ര നേരം വേണ്ടി ഈശ്വര. ഒന്ന് പോഷ്ട. സഹോദര. എന്താ സഹോദര? എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐഡിയ ഒക്കെ പിന്നെ താൻ ആദ്യം പറഞ്ഞ പണിയിടും. ദയവ് ചെയ്ത് ഇനി താൻ ധർമാശുപത്രിയിലോട്ട് പോ. മുട്ടയും പാലും ഒക്കെ അവിടെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഈ പരിക്കൊക്കെ കാണുമ്പോ തന്നെ അവരെന്തായാലും അഡ്മിറ്റ് ചെയ്യും. അതെന്തായാലും വേണ്ട സഹോദര. അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്താ തിരിച്ചു വരുമ്പോ താൻ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ താൻ ഒരിക്കലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലേ? എവിടെ പോവാൻ? എന്റെ കഥ മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞില്ലടോ. അപ്പൊ എങ്ങനെ ജീവിക്കൂടൂ? താൻ എങ്ങനെ ജീവിക്കുന്നത് അതുപോലെ ഞാനും ജീവിക്കൂടോ. നേര് പറഞ്ഞ ഈശ്വരൻ എന്നെ തല്ലിയത്. ഇപ്പൊ തല ചായ്ക്കാൻ ഒരു കൂരേ. എടോ, ഇതിന് വാടക പോലും കൊടുക്കാൻ വയ്യാതെ നിൽക്കാണ് ഞാൻ. അതൊക്കെ കൊടുക്കാടോ. നേര് പറ, ശരിക്കും തനിക്ക് മാജിക് പിണ്ണാക്കൊക്കെ അറിയോ? ഈ എക്യുപ്മെന്റ്സ് ഒക്കെ പിന്നെ പിച്ചണ്ടാൻ വെച്ചിരിക്കാണോ? എന്നാ നമുക്ക് മാജിക് കളിച്ച് ജീവിക്കടോ. നമുക്കോ? അതെ, താനൊരു 5-6 വിദ്യ എന്നെയും പഠിപ്പിക്കടോ. നടന്ന് പരിപാടി പഠിക്കുന്നവരെ ഞാൻ ഏറ്റെന്ന്. കാരണേ എനിക്ക് നാക്കുണ്ട്, പിന്നെ സ്റ്റേജ്. സ്കൂൾ നാടകത്തിൽ സ്ഥിരം ക്ഷയരോഗിയും കുഷ്ഠരോഗിയൊക്കെ ആയിട്ട് അഭിനയിച്ച് ഒരുപാട് തവണ ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ താൻ പരിപാടി പിടിച്ചു തരുമോ? അക്കാര്യം താൻ എനിക്ക് വിടറോ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. നോക്കാനൊന്നുമില്ല. താൻ വെറുതെ മാജിക് കാണിച്ച് നിന്ന് തന്നാ മതി. ബാക്കി നമ്മൾ കലക്കുന്നു. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ. ഛേ,
ഭൂതങ്ങളോ പ്രേതങ്ങളോ അല്ല, ചാത്തനോ കുട്ടിച്ചാത്തനോ അല്ല, ദൈവങ്ങളുടെയോ ജിന്നുകളുടെയോ വേലയല്ല. മായ, സർവം മായ. പ്രൊഫസർ രംഗൂൺവാല ഇതാ ഇതാ തുണിയല്ല തുണി കൊണ്ട്, മറയല്ല മറ കൊണ്ട് നിങ്ങളുടെ കണ്ണ് കെട്ടുകയാണ്. കൺകെട്ട് കൺകെട്ട്. ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി. ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുമോ? 500 രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാന്നായിരിക്കും. പിന്നല്ലാതെ ശരീരം നോക്കണ്ടേ? എന്താണ് അധ്വാനം ദൈവമേ. ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കിയില്ലേ? എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ജനം ചിരിച്ചത് മാജിക്കിനാ. അല്ല ആണ്. എന്നൊരു കാര്യം ചെയ്യും, ഒരു 5-6 നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക. കലക്കി ഞാൻ കൈത്തരാം. അങ്ങനെ കലക്കണ്ട, പിന്നെ തെളിവില്ല. ഇരുന്നതിന് ശേഷം കാല് കിട്ടിയാൽ മതി കേട്ടാ. ആ ലോക പ്രശസ്ത മാജിഷ്യൻ PC സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും. പക്ഷെ എക്യുപ്മെന്റ്സ് വേണം. കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായനെ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത. എടാ ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ? ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇയാളെന്ന് രാത്രി ഇവിടെ നിലവിളിക്കുന്നത്? ആ രാജു വേണ്ട. എന്താ സംഭവം എന്നറിയല്ലോ. വാ. ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം ഉണ്ട്, വാടാ. വേണ്ടട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. നിന്നോട് തന്നെയാ പറഞ്ഞേ. രാജു തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട് എന്ന്. അയാൾ ഇവിടുത്തെ അനന്തേട്ടനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ആണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. മല പോലെ വന്നവൻ എലി പോലെ പോയത് അത്ഭുതം. എവിടെ അവൻ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നതോറും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലി ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പോഴവനോട് ജീവൻ വെച്ചത്. അമ്മേ എന്താണ്ടാ? ഒന്നുമില്ല. ചേട്ടൻ പഠിക്കണ്ട, ഇനിയവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരികളാ. വാ. സർലേ 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 സരളയോ? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പെശക് സരള ഇവിടെ താമസിച്ചിരുന്നു. വാതില് തട്ടുകാരെ കൊണ്ട് മടുത്തിരിക്കുക. നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? വരുന്നുട്ടോ. മുപ്പത്തി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തുറക്കാം. വാ, നീന്നില്ലേ, ഞാൻ പോവാം. 2 പേരും കൂടി വന്നോളൂ, എനിക്കതാ സൗകര്യം. വാ വാ വാ. എടാ കഴിവറടാ മോനെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയ. അയ്യോ, പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു അത്യാവശ്യ വിവരം പറയാനാ. ഈ സരള എന്ന് പറയുന്ന സ്ത്രീയുടെ വീടേതാ? ദേ അതന്നെയാ, വേഗം ചെന്നോളൂ. താങ്ക്സ്. ഓ, എന്താടാ? പോടാ. നമസ്കാരം. അല്ല, ഇന്നലെ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ. എടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേ കയറും. ഈ കോളനിയിൽ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? ചേച്ചേ, എന്റെ അടുത്ത് എവിടുത്തെ കത്തിയെന്ന്. അല്ല, മോന്റെ പേരെന്താ? താനെ കത്തിയൊന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തി എത്തിയൊരു കളി കളിക്കാൻ ഞാനും വിചാരിച്ചു.
അങ്ങനെ കീലേരി അച്ചു പേരെടുത്ത് അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ. പോട്ടെ. ഉം. ആ ചേട്ടാ കീലേരി അച്ചു. അയ്യോ എവിടെ? ഇപ്പൊ വഴിക്ക് പോയുള്ളൂ. ഏത് വഴിക്ക്? പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെയും രംഗൂൺ ബാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട്. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു 10 മിനിറ്റ് ചേട്ടന്റെ മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി. അല്ല അതിപ്പോ കൂടുതലൊന്നും പറയണ്ട. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ ചെല്ല്. അല്ല അല്ല അതെ അതെ ഇപ്പൊ പ്രൊഫസർ രംഗൂൺ വാലിയുടെ മാന്ത്രിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിനകത്തൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കൂ, അദ്ദേഹത്തിന് മാജിക് സ്റ്റിക്ക് അതിലൂടെ ഇരുന്നു. സൂക്ഷിച്ചു നോക്കൂ, ഒന്നുമില്ല. മറ്റൊരു പുഷ്പം, യാതൊന്നുമില്ല അതിനകത്ത്. സുഹൃത്തുക്കളെ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. Yes. സുഹൃത്തുക്കളെ, ഇനി പ്രൊഫസർ രംഗൂൺ വാല നിങ്ങളെ അത്ഭുത പരവശരാക്കുന്ന മറ്റൊരു വിദ്യ പുറത്തിറക്കുകയാണ്. അതെ, അപ്രത്യക്ഷയാകുന്ന സുന്ദരി. യെസ്, ദ വാനിഷിംഗ് ബ്യൂട്ടി. പല പല വേദികളിലും അവതരിപ്പിച്ച് കാണികളിൽ വിസ്മയത്തിന്റെ വെടിക്കെട്ട് പൊട്ടിച്ച ദ വാനിഷിംഗ് ബ്യൂട്ടി. ലോകത്തെ പല പല മജീഷ്യന്മാരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ദ വാനിഷിംഗ് ബ്യൂട്ടി. പ്രൊഫസർ രംഗൂൺ വാലയുടെ മാത്രം മാസ്റ്റർ പീസായ ദ വാനിഷിംഗ് ബ്യൂട്ടി. അതെ, നമ്മുടെ വാനിഷിംഗ് ബ്യൂട്ടി കൊച്ചു സുന്ദരി വേദിയിലേക്ക് മന്ദം മന്ദം കടന്നു വരികയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ പെട്ടി മാത്രമാണ്. ഇതിന് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ കുട്ടിയെ ഞാൻ പെട്ടിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഹലോ, എന്താണ് അവിടെ പ്രശ്നം? ആരാണ് ഓടുന്നത്? പ്ലീസ്, ഹലോ, ശബ്ദമായിരിക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു പാവയല്ല, ഒരു കടലാസ് പൂവല്ല. ജീവനും മജ്ജയും മാംസവുമുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി മാത്രമാണ്. ഇതാ അവൾ മായയായി മറയാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ ഒരു പൊടി പോലും ഈ പെട്ടിയിൽ അവശേഷിക്കുകയില്ല. ഇതാ പ്രൊഫസർ രംഗൂൺ വാല പെട്ടിയടച്ചു കഴിഞ്ഞു. ഒരു നിമിഷാർത്ഥമുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതെ, ദ പ്രൊഫസർ രംഗൂൺ വാലയുടെ മാത്രമായ ദ വാനിഷിംഗ് ബ്യൂട്ടി. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മാജിക്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. പ്ലീസ്. അബദ്ധമല്ല സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മാജിക്. ഒരു പെണ്ണിന് പകരം വേറൊരു പെണ്ണ്. എറിയരുത്, എറിയരുത്. എല്ലാവരും കല്ല് വെച്ചെറിയരുത്. പ്ലീസ്. പ്ലീസ്, ആരും എറിയരുത്. കട്ടണം, കട്ടണം. അയ്യോ, അയ്യോ. നീ ഏതാടി? എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏതെങ്കിലും അന്തകൻ അയച്ചാണോ നിന്നെ? ദ്രോഹി! രംഗൂൺ, എന്താ നീ കാണിച്ചത്? പെണ്ണുങ്ങളെ തല്ലിയിട്ടാണോ മിടുക്ക് കാണിക്കുന്നത്? എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ ആരെയും തല്ലും. ആണുങ്ങളെയും തല്ലും, പെണ്ണുങ്ങളെയും തല്ലും. പ്രൊഫസർ, എന്നാലും ഇത് വളരെ മോശമായി പോയി. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പെട്ടിക്കകത്ത് പെട്ടത്. ഇത് പിന്നെ എങ്ങനെ കുട്ടി പറ്റിയത്? ചില ആളുകൾ എന്നെ പിടിക്കാൻ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഓടിയതാ. സ്റ്റേജിനടിയിൽ ഇരുട്ടത്തൂടെ നോക്കുമ്പോ ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങുന്ന കണ്ടു. ശ്രീദേവി, ശ്രീദേവി. എന്നിട്ട് ആ വഴിയിലൂടെ ഞാൻ മേലോട്ട് കയറിയതാ. അവരെന്തിനാ കുട്ടിയെ പിടിക്കാൻ വന്നത്? അത് എന്തിനെങ്കിലും പിടിച്ചോട്ടെന്ന്. പിടിക്കാൻ പാകത്തിൽ നിന്ന് കൊടുക്കുന്ന ടൈപ്പാണ് ഇവളെന്ന് ആളുകൾക്ക് തോന്നിക്കാണും. രംഗൂൺ, ഏതായാലും പറ്റാനുള്ള പറ്റി. ആ കുട്ടി അടിച്ചുകൊണ്ട് അവമാനിച്ചോണ്ട് ഒരു കാര്യമില്ല. പറയൂ കുട്ടി, അവരെന്തിനാ കുട്ടിയെ പിടിക്കാൻ വന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്ത എന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഒത്തിരി നാളായി എന്റെ പുറകെ നടക്കുമായിരുന്നു. ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അയാളോട് തീർത്തു പറഞ്ഞു. ആ ദേഷ്യത്തിന് അയാളും അയാളുടെ ചില ആളുകളും ചേർന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പരിപാടിയാ.
ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. വീട്ടിലോട്ടും പോകാൻ പറ്റില്ല. എനിക്കാകെ പേടിയാവുന്നു. പേടിക്കാതിരിക്കും. കുട്ടിക്ക് ഞാനുണ്ട്. കുട്ടിക്ക് ആരുമില്ല, വരാനാ പറഞ്ഞത്. ഇവരിവിടെ തനിച്ചു വിട്ടിട്ടോ? ചേച്ചി തൽക്കാലം ഞങ്ങളോട് പോകുന്നുള്ളൂ. അതാണ് നിന്റെ ശരി. വരുന്നുണ്ടോ? ഇന്ന് ശ്രീദേവിയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. രാജു, എന്റെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന നിനക്ക് നല്ലത്. ആ ധൂമകേത് എവിടെങ്കിലും പോയി തൊലട്ടെ. ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ. പാവം, എന്തെങ്കിലും അപകടം പറ്റിയാൽ. ഈ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട്, അവരെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. പ്രൊഫസർ, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ എനിക്ക് ഒരു കുഴപ്പമില്ല. ഏതായാലും ഊരും പേരും ഇല്ലാത്തവനില്ല ഞാൻ. ആ കുട്ടി ഉപേക്ഷിച്ച് പോരാ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. സോറി. രാജു, മാജിക് ഷോ പൊളിഞ്ഞപ്പോ മൂപ്പരാകെ തകർന്നുപോയി. ആളൊരു ശുദ്ധനാ. ആ പുള്ളി കുട്ടിയടിച്ചപ്പോ അതെന്തോ എന്റെ നെഞ്ചി കൊണ്ടതുപോലെ. പോന്നോളൂ. ആ പെൺകുട്ടിയുടെ വീട്ടിൽ സൗകര്യമുണ്ട്. വരൂ. വരുന്നേ. രംഗുണേ, ഒരു ചായക്കുള്ള വല്ല വകുപ്പുണ്ടോ? എന്താ മേലക്കറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കുകയാണ്. ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ. പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാണ്ട് തുക്കടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോവോ? ആര്? ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ടാ? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ. ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിലും നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പച്ചവർ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങിക്കൊണ്ട് കൊടുക്കാം. ആ ചേച്ചി ഇവിടെ വന്നോ? ഏത് ചേച്ചി? ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി. ഇവിടെ വന്നില്ല. ഇല്ലേ? നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. അയ്യോ, ഇനി അപ്പുറത്തോ അപ്പുറത്തുള്ള വീടുകളോ മറ്റുണ്ടാവോ? എവിടെയില്ല. നന്നായി. ഛേ, കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ എവിടെ പോയി തപ്പും? എന്തിനാ തപ്പുന്നേ? അവള് തനിക്ക് വല്ലതും തരാനുണ്ട്. എന്തായാലും കൂടെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നത്. ആ കുട്ടീനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ? അതിന് തനിക്കെന്താ ചോദിച്ചോ? ഓഹോ, അങ്ങനെയായോ? വാ കുട്ടി, നമുക്ക് പോയി ചേച്ചി അന്വേഷിക്കാം. അല്ല, ഒന്ന് നിക്കണേ. ഇവിടെ എവിടെയോ ഒരു മെജിഷ്യൻ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, പ്രൊഫസർ രംഗൂൺ വല. ബുക്കിങ്ങിനല്ലേ? വരൂ. അല്ല, ഒന്ന് കാണാനാ. ഓഹോ, വാ. അല്ല, വരുന്ന വഴി നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നോ? നല്ല ഉയരത്തിൽ വെളുത്ത് മെലിഞ്ഞിട്ട്. കണ്ടില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇവിടെ എവിടെ പോയി? വാ. ഛേ, വരൂ വരൂ. ഏയ്, സന്തോഷിക്കണ്ട. ബുക്കിങ്ങിന് വന്നവരല്ല. ആഹാ. ദാ ഇതാണ് പ്രൊഫസർ. ആ, ഞങ്ങൾ വന്നതേ ഇന്നലെ ഷോ കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ലേ? വന്നു. അവള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. എവിടെയാ അവള്? ഓ, അപ്പൊ നമ്മളായിരിക്കും അവളുടെ പുറകെ നടക്കുന്ന വില്ലൻ അല്ലേ? വില്ലനോ? ആ കുട്ടി എന്റെ ബന്ധുവാ. അപ്പോ ബന്ധുവില്ലൻ. മിസ്റ്റർ, തടി വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം വിട്ടോ. എന്തിനാടോ തന്നെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണെ താൻ കെട്ടാൻ നടക്കുന്നത്? അവളിപ്പോ ഇവിടെ ഉണ്ടോ? അവൾ അവക്ക് സൗകര്യമുള്ള സ്ഥലത്തുണ്ട്. പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പ്ലീസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ഓടോ, ആ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വിട്ടു തരില്ല. വരട്ടെ വരട്ടെ. ആ കുട്ടി നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇന്നലെ അവള് കാരണം എന്റെ ഷോ പൊളിഞ്ഞു. ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു 1000 രൂപയും തന്നെ. അവൾ എവിടെ ഉണ്ടെന്ന് പറയൂ. രൂപ എന്നാ പറയാം. ഞങ്ങള് രൂപയൊന്നും കൊണ്ടുവന്നില്ല.
എന്നാ നേരം കളയരുത്. സ്ഥലം വിട്, സ്ഥലം വിട്, 1 സ്ഥലം വിട്. ലക്ഷം രൂപ തന്നാല് ആ കുട്ടിയെ തന്റെ കൂടെ അയക്കില്ല. പോടോ പോടോ പോടോ. അവൾ എവിടെയുണ്ട്? ആ എനിക്കറിയോ, ആളെ കാണാത്തോണ്ടല്ലേ അയക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ? ഒരു പെണ്ണിന്റെ പുറകെ കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങിക്കോളും. പെൺകോന്തൻ. എന്നാലോ പെൺകുട്ടി ഇപ്പൊ എവിടെ ഉണ്ടാവും? ജുമ്മാ ജുമ്മാ ദേ ദേ ജുമ്മാ. കുട്ടി അറിഞ്ഞോ, പ്രൊഫസർക്ക് ഒരു ഉഗ്രം പരിപാടി കിട്ടി. പിന്നെ നല്ലൊരു തുക അഡ്വാൻസ്. വാനിഷിംഗ് ബ്യൂട്ടി കലങ്ങിയതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. പക്ഷെ ഒന്നും അവസാനിച്ചില്ല. കുട്ടി വരുന്നോ? ഞാൻ അയ്യോ, പെട്ടി കയറാനല്ല, ആ പരിപാടി പ്രൊഫസർ നിർത്തി. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് ഞങ്ങൾ മാത്രമായിട്ട് കലക്കിക്കോളാം. ഇന്ന് 1-2 ഐറ്റം ഞാനും വീശാൻ പോവാ. അപ്പൊ വന്നിട്ട് കാണാം. സമയമില്ലേ? ചുമ്മാ ജു ജി ജി ജി. എല്ലാം റെഡിയാണോ അല്ലേ? റെഡിയാണ്? ബാക്കി രൂപ ഇന്റർവെല്ലിൽ തരുമല്ലേ? മൈക്ക് ടെസ്റ്റ് ചെയ്തോ? ഇല്ല. എന്നാ ടെസ്റ്റ് ചെയ്യ്. അയ്യോ ഇവിടെ നിൽക്കാൻ പാടില്ല, എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. നല്ല ബേസ് പറഞ്ഞോളൂ. സുഹൃത്തുക്കളെ, കലാപ്രേമികളെ, ഹൃദയമധുരമായ ഒരു സായനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ലോക പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ രംഗൂൺ വാലയും സംഘവും അവതരിപ്പിക്കുന്ന മായാജാല പ്രകടനങ്ങൾ ഇതാ ആരംഭിക്കുകയായി. പ്രദർശന അവസാനം വരെ കൊച്ചുകുട്ടികൾ കരയാതെയും ബഹളമുണ്ടാക്കാതെയും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ ആരംഭിക്കുന്നു. പ്രൊഫസർ രംഗൂൺ വാല ദ ഗ്രേറ്റ്, greater than the greatest. ഓഡിയൻസ് ഇല്ലേ? സാരമില്ല, തുടങ്ങിക്കോളൂ. ആ, എല്ലാരും ഒന്ന് കേറിക്കോട്ടെ സാർ. ദയവായി പുറത്തു നിൽക്കുന്ന കാണികൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണം. പരിപാടി തുടങ്ങി കഴിഞ്ഞു. അതിന് പുറത്താരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാനുണ്ടല്ലോ കാണാൻ. അയ്യോ അതെങ്ങനെയാണ് സാർ? ആളുകളുടെ കയ്യടിയും ബഹളം ഉണ്ടായാലും ഞങ്ങൾക്കൊരു ഹരം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടിയാ പോരെ? അത് മാത്രം പോരല്ലോ സാർ. മതി, അത് മതി. മാത്രമല്ല, നിങ്ങളുടെ അധിക നമ്പറുകളൊന്നും ഇവിടെ കാണിക്കണ്ട. ഈ പെട്ടിയിൽ നിന്നും പെണ്ണിനെ പുറത്തുകൊണ്ടിരുന്ന നമ്പറില്ലേ, അതൊന്നും മാത്രം മതി. ഓ, വാനിഷിംഗ് ബ്യൂട്ടി. പേരെനിക്കറിയില്ല. അതെ, വാനിഷിംഗ് ബ്യൂട്ടി. പക്ഷെ ആ പരിപാടി കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ല സാർ ഞങ്ങള്. അതെന്താ? ഞങ്ങളുടെ പെട്ടി പോയി, അതുകൊണ്ട് പെണ്ണിനെയും കൊണ്ടുവന്നില്ല. അയ്യോ, അത് കാണിക്കാതെ ഒക്കുകയല്ലോ. കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ സാർ. കാണിക്കടാ. അയ്യോ, എന്ത്? ആ പെണ്ണിനെ കാണിക്കാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒക്കുകയല്ല. അന്ന് സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ കൂടെ കൂടിയ പെണ്ണ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ ആരെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല സാർ. കള്ളം പറയുന്നു. ദേ പോക്കറ്റിൽ കാണിക്കരുത്. ഓസ്കർ. രവി,
ഞങ്ങളെ ഇടിക്കരുതെന്ന് പറയൂ സാർ. ആ പെണ്ണ് അന്ന് ഞങ്ങളുടെ കൂടെ വന്നു എന്നുള്ളത് നേരാ. പക്ഷെ ഞങ്ങൾ കാണാതെ പിറ്റേന്ന് അവൾ എങ്ങോട്ടോ പോവുകയാണ് ഉണ്ടായത്. ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഇവൻ അങ്ങനെയല്ലോ പറഞ്ഞത്. അയ്യോ അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സത്യം പറയില്ലല്ലടാ. സാർ പ്ലീസ്, എന്റെ മേജിക്കിനാണ് ഞങ്ങൾ പറയുന്നത് സത്യമാണ്. നിങ്ങൾക്ക് അവളെ നേരത്തെ പരിചയമുണ്ടോടാ? അയ്യോ ഒരു പരിചയമില്ലേ. അവളെങ്ങനെയോ വന്ന് ഞങ്ങളുടെ പെട്ടി കയറി, അതോടെ ഞങ്ങളുടെ മാജിക്കും പൊളിഞ്ഞു. അങ്ങനെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടില്ല ഒരാൾ വന്ന് ഈ പരിപാടി ബുക്ക് ചെയ്ത്. അയ്യോ ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാമോ സാർ. എന്നിട്ടിപ്പോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? ഞങ്ങളെ മാത്രമേ സാറ് വിശ്വസിക്കാവൂ. ഓക്കെ, ഇനിയിപ്പോ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടുമുട്ടിയ നിങ്ങൾ എന്നെ വിവരം അറിയിക്കോ? ആ നിങ്ങളാണോ സാർ അവളെ കല്യാണം കഴിക്കാൻ പുറകിടക്കുന്ന ആള്? കല്യാണോ? എന്ത് കല്യാണം? നിങ്ങളെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് സാർ അവളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത്? ഇത് അവള് പറഞ്ഞു കാണോ? ഉവ്വ്. അപ്പോ അവള് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു. നിങ്ങൾക്കറിയോ, അവള് കാരണം എന്റെ സഹോദരൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയ. എട്ടും പൊട്ടും തിരിയാത്ത അവനെ അവള് മയക്കിയെടുത്തു. അവന്റെ ബാങ്കിലുണ്ടായിരുന്ന വലിയൊരു തുക മുഴുവൻ കുറേശ്ശെ അവള് തട്ടിയെടുത്തു. പാവം, അവനവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവനെ കെട്ടാമെന്ന് അവള് വാക്കു കൊടുത്തിരുന്ന. ബാങ്കിലെ പണം തീർന്നപ്പോ അവള് കാലുമാറി. പണം പോയതിലല്ല, അവള് നഷ്ടപ്പെട്ടതിൽ അവൻ തകർന്നു പോയത്. നിങ്ങൾക്കറിയാമോ, 4 മാസമായി അവൻ പ്രാന്താശുപത്രിയിൽ ഇരുട്ടറെ കഴിയ. അവിടെ ഒന്ന് കണ്ട രോഗം ഭേദപ്പെടുമെന്ന ഡോക്ടർമാർ പറയുന്നു. ഹോ, ഇത്ര ഭയങ്കരയാണോ അവള്? സംഗതിയുടെ ഗൗരവം ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം സാർ. ആണോ? ആ എങ്കിൽ എന്ത് പ്രതിഫലം വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാ. എന്ത് തന്നെ സാർ? എന്തും. പണമല്ല, എന്റെ സഹോദരനാണ് എനിക്ക് വലുത്. ഈ ഭൂമുഖത്ത് അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കണ്ടുപിടിച്ച് തരാം സാർ. സാറിന്റെ മേൽവിലാസം തരൂ. ആ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളെ ദ്രോഹിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ സാരമില്ല സാർ. ഈ ഒരു മാനസികാവസ്ഥയിൽ സാർ ഇത്രയല്ലേ ചെയ്തുള്ളൂ. അവസാനം പറ്റിക്കരുത്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാണ്.